വോട്ടുകളുടെ പേരിൽ മുത്തലാഖിനെ മറ്റു പാർട്ടികൾ അംഗീകരിച്ചേക്കാമെന്ന് രാജ്നാഥ് സിംഗ്. എന്നാൽ ബി.ജെ.പിക്ക് അത് ബാധകമല്ല. മുത്തലാഖ് ഒഴിവാക്കുമെന്ന പ്രഖ്യാപനം ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ബി.ജെ.പി മതാധിഷ്ഠിതമായി ജനങ്ങളെ വേർതിരിച്ചു കാണുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം തന്നെ അടിസ്ഥാനരഹിതമാണ്. കൃത്യമായ ഭൂരിപക്ഷം ലഭിച്ചാൽ മുത്തലാഖ് ഇല്ലാതാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ബി.ജെ.പി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ബി.ജെ.പിയെ അധികാരത്തിലേറ്റിയത്. വോട്ട് ബാങ്കിന്റെ പേരിൽ മുത്തലാഖിനെ അനുകൂലിക്കുന്ന പാർട്ടികൾ ഉണ്ടായേക്കാമെന്നും ബി.ജെ.പി അക്കൂട്ടത്തിലില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. शादी होने के बाद 3 बार तलाक 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 बोलकर आप उसकी छुट्टी कर देंगे. अन्य राजनीतिक पार्टियां वोट के चक्कर में इसे बर्दाश्त कर लें, लेकिन भारतीय जनता पार्टी इसे बर्दाश्त नहीं करने वाली थी और इसे समाप्त कर दिया. बहनों भाइयों, हम केवल सरकार बनाने के लिए राजनीति नहीं करते हैं, हम राजनीति करते हैं तो देश बनाने के लिए राजनीति करते हैं. यह है भारतीय जनता पार्टी का चरित्र. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ല. ഇസ്ലാം, ഹിന്ദു, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവരായാലും അവർ ബി.ജെ.പിക്ക് അമ്മയും സഹോദരിയും മകളുമാണ്. മുത്തലാഖ് പോലുള്ള സാമൂഹ്യ അനാചാരങ്ങൾ ഇനി രാജ്യത്ത് ഉണ്ടാകില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം.